ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. CM ക്വിസിന് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓരോ വീഡിയോസും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. കൂടാതെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇടാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ. അതിദാരിദ്ര്യമുക്തം അല്ലെ, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. ആക്ച്വലി ആഗോളതലത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ആദ്യം നടത്തിയത് ചൈനയാണ്. ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനം എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ കേരളമാണ്. എന്ന് 2025 നവംബർ 1 കേരളം അതിദാരിദ്ര്യ വിമുക്തമായ പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും അവസാനം ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രതലത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു റാങ്കിങ് വന്നിരിക്കുന്നത് 2023 നീതി ആയോഗിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം തന്നെ കേരളത്തിലെ ദാരിദ്ര്യം എത്ര ശതമാനമാണെന്നറിയോ? 0.55%. അതെ, ദാരിദ്ര്യം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് കേരളത്തിന്റെ ദാരിദ്ര്യം 1%-ലും താഴെയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഏറ്റവും എക്സ്ട്രീം പോവർട്ടി, അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഒരു പദ്ധതി തുടങ്ങി. ആദ്യം ഒരു സർവേ നടത്തി. ഒരു 6 മാസത്തോളം നീളുന്ന സർവേയുടെയും മറ്റ് പ്രാഥമിക ഒരുക്കങ്ങളുടെയും ഒക്കെ ഒടുവിലാണ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ഇത്രത്തോളം അതിദരിദ്ര കുടുംബങ്ങളുണ്ട് എന്ന്. എത്രത്തോളം? 64,006 അതിദരിദ്ര കുടുംബങ്ങളുണ്ടെന്നാണ് കണ്ടെത്തിയത്. അതിനെയാണ് ഈ പറഞ്ഞതുപോലെ പിന്നീട് അതിൽ നിന്ന് മാറ്റുന്നത്. അവർക്ക് പല രീതിയിലാണ് ചെയ്തത്. ആദ്യം യാതൊരു രേഖകളുമില്ലാത്ത അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് വലിയ അളവിൽ റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും മറ്റ് കാർഡുകളും ഒക്കെ നൽകി. വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയുടെയൊക്കെ സഹായത്തോടുകൂടി വീട് നൽകി. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഭൂമി ഇല്ലാത്തവർക്ക് സുമനസ്സുകൾ ദാനമായിട്ട് ഭൂമി നൽകുന്ന സംവിധാനം ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപജീവന മാർഗമില്ലാത്തവർക്ക് അതിനുള്ള സംവിധാനം. ജീവിക്കാൻ വരുമാനമില്ല, അവർക്ക് ചെറിയ പെട്ടിക്കടകൾ, ലോട്ടറി വിൽക്കാനുള്ള അവസരങ്ങൾ, ചെറിയ സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ നൽകി. അങ്ങനെ നൽകുന്ന ആ പദ്ധതിക്ക് അതിദാരിദ്ര്യത്തിന്റെ ഭാഗമായിട്ട് അതിദരിദ്രരായ വ്യക്തികൾക്ക് ഉപജീവന മാർഗമില്ലെങ്കിൽ അത് നൽകുന്നതിന് വേണ്ടിയുള്ള ആ പദ്ധതിക്ക് ഒരു പേരുണ്ടായിരുന്നു, ഉജ്ജീവനം. ശരിയായ ഉത്തരവാണ്, വെരി ഗുഡ്, ഉജ്ജീവനം. വീണ്ടും അടുത്ത ചോദ്യം. ദൈവദശകം ആരുടേത്? ശ്രീനാരായണ ഗുരു എഴുതിയ പുസ്തകം കൃതിയാണ് ദൈവദശകം. ഞാൻ ഇതൊരു വളരെ സിംബോളിക് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം കരുതുക. കേരളത്തിന്റെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാര്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. തോട്ടിയുടെ മകൻ തകഴി. എന്താ പുസ്തകത്തിന്റെ പേര്? പ്രത്യേകത നമ്മുടെ നാട്ടിൽ നിലവിലിരുന്ന ഒരു ദുരാചാരത്തിനെതിരെയുള്ളതാണ്, അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. തോട്ടിയുടെ മകൻ തകഴി. ഓടയിൽ നിന്ന് കേശവദേവ്. റിക്ഷ വലിക്കുന്ന ആളുകള്, അവരുടെ ബുദ്ധിമുട്ടുകള്. ഇപ്പൊ രണ്ടിടങ്ങഴി തകഴിയാണ്. അതിന്റെ പ്രത്യേകത ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റത്തെ കാണിക്കുന്നതാണ്. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഉൾപ്പെടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യകാലത്തെ കൃതികൾ, അവയുടെ എല്ലാം പ്രത്യേകത, ബഷീറിന്റെ കൃതികളുടെ പ്രത്യേകത അന്ന് ആ സമൂഹത്തിൽ നിലവിലിരുന്ന പ്രശ്നങ്ങളെയും കൂടിയൊക്കെ അത് തുറന്നു കാട്ടുന്നുണ്ട്. ഈ സാഹിത്യ കൃതികളൊക്കെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു വേണം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര. കേരള ഡെവലപ്മെന്റ് ആണല്ലോ പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടി തുടങ്ങിയത് ഏത് വർഷമാണ്? ബേപ്പൂർ അല്ല, വർഷം 1861. ശരിയാണ്, 1861. എന്നാ പറഞ്ഞു. എവിടെ മുതൽ എവിടെ വരെ? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ശരിക്കും കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഓർക്കുക, 1861 കേരളം ഇല്ല, അത് മലബാറാണ്. മലബാറിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെ റെയിൽവേ വന്നു, ട്രെയിൻ ഓടി തുടങ്ങി. നമ്മൾ ഇന്ന് പറയുമ്പോഴാണ് അത് കേരളത്തിലെന്ന് പറയുന്നത്, അല്ലെ? അന്ന് കേരളം 56 നവംബർ 1 കേരളം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്ത്, തിരുവിതാംകൂറിൽ ആദ്യം റെയിൽപാത വന്നത് എവിടെയാന്ന് പറയാം? കൊല്ലത്താണ്. കൊല്ലം മുതൽ തിരുനെൽവേലി വരെ 1904 അവർക്ക് 1904 ഉള്ളൂ തിരുവിതാംകൂറിൽ വന്നിട്ടുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ റെയിൽവേയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും 2 റെയിൽവേ ഡിവിഷനുകളാണുള്ളത്. ഒന്ന് പാലക്കാട്, ഒന്ന് തിരുവനന്തപുരം. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? ഒലവക്കോടാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ തൈക്കാടാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽപാത ഏതാണെന്നറിയോ? ഷൊർണൂർ മുതൽ എറണാകുളം വരെ. എറണാകുളം ഷൊർണൂരാണ്. ഓക്കെ, ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്
1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സമരം വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹമാണ്. ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുന്നില്ല, കാരണം നമ്മൾ തന്നെ നിരവധി വീഡിയോകൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഭ്രാന്താലയമായിരുന്ന കേരളത്തെ മനുഷ്യനാക്കിയ ആ വിപ്ലവങ്ങളുടെ കഥകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? പാലിയം സത്യാഗ്രഹം. ഓക്കെ, നെക്സ്റ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? E.K. നായനാർ ശരിയായ ഉത്തരവാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായതിന്റെ റെക്കോർഡ് ആർക്കാ? പിണറായി വിജയൻ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കാണ്, പിണറായി വിജയനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടേമിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയാകാൻ പറ്റിയത്? നോർമൽ 1 ടേം എന്ന് പറഞ്ഞാൽ 5 years അല്ലേ? സി അച്യുതമേനോനാണ്. ബിക്കോസ് അടിയന്തരാവസ്ഥ കാലമായിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷം കൂടെ കിട്ടി. ഒരു ക്വസ്റ്റ്യനും കൂടെ, കേരളത്തിൽ മുഖ്യമന്ത്രിയായതിൽ ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നത് 50-55 ദിവസം മാത്രം. CH മുഹമ്മദ് കോയയാണ്. മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ AK ആന്റണി. അത് ശരിയായ ഉത്തരവാണ്. മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രായം കൂടിയയാൾ കേരള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രായം കൂടിയയാൾ VS അച്യുതാനന്ദൻ. ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു വ്യക്തിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. പിന്നീട് വന്നവരെല്ലാം 20th സെഞ്ചുറിയിലാണ്. ഈ വർഷം വരാൻ പോകുന്ന ഇലക്ഷനിലും ഓൾമോസ്റ്റ് ഉറപ്പാണ് 20ാം നൂറ്റാണ്ടിൽ ജനിച്ചയാളാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. പക്ഷെ ഒരാൾ മാത്രം 19ാം നൂറ്റാണ്ടിൽ ജനിച്ചയാളായിരുന്നു. ആരായിരിക്കും? പട്ടംതാണുപിള്ള. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. പട്ടംതാണുപിള്ള. കേരളത്തിലെ മുഖ്യമന്ത്രിമാരായവരിൽ ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ആർ ശങ്കർ. കേരളത്തിലെ മുഖ്യമന്ത്രിയായ വനിത ഇല്ല. അമേരിക്കയിൽ പ്രസിഡന്റ് ആയിട്ടില്ല വനിത, കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല വനിത. എന്തായാലും ഞാൻ മുഖ്യമന്ത്രിമാരുടെ പേരും പ്രത്യേകതകളും ചുമ്മാ പറഞ്ഞു വിട്ടതാ. പക്ഷെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഓരോ മുഖ്യമന്ത്രിമാരെയും ഓർക്കുക. ആ മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ കൂടി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, കേരളത്തിലെ പത്രമാധ്യമ രംഗങ്ങളുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായി ഇന്ത്യയിൽ തന്നെ ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങിയത് കേരളത്തിലാണ്. ഒരു മലയാളം ചാനലാണ്, ഏഷ്യാനെറ്റ്. ശരിയായ ഉത്തരം. എങ്കിൽ വിദേശ വാർത്തകൾക്ക് റോയിട്ടേഴ്സ് പോലുള്ള വിദേശ ഏജൻസിയുമായി ബന്ധം സ്ഥാപിച്ച ഒരു മലയാള പത്രം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഫസ്റ്റ് മലയാള പത്രം സ്വദേശാഭിമാനി പത്രമാണ്. സ്വദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെയും. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ ആപ്തവാക്യമായിരുന്നു. കേരളത്തെ മാറ്റിമറിച്ചതിൽ വളരെ നിർണായകമായ ഒരു റോള് വഹിച്ചൊരു പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ആരാ സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 അഞ്ചുതെങ്ങിൽ അല്ലെ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ള. അതെ, CP ഗോവിന്ദപിള്ളയാണ് ആദ്യത്തെ പത്രാധിപർ. അതിനുശേഷം വന്ന് 1906 പത്രാധിപരായതാണ് രണ്ടാമത്തെ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. K രാമകൃഷ്ണപിള്ള. അദ്ദേഹമാണ് പിന്നീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെട്ടത്. അദ്ദേഹത്തെ പിന്നീട് നാടുകടത്തിയ കാര്യം അറിയാം. വൃത്താന്ത പത്രപ്രവർത്തനവും എന്റെ നാടുകടത്തിലും ഒക്കെ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണെന്നറിയാം. ദിവാനെതിരെ ബൈബിൾ. യെസ്, വൃത്താന്ത പത്രപ്രവർത്തനം അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ 1910 തിരുവിതാംകൂർ ഗവൺമെന്റ് ആ പത്രത്തെ നിരോധിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പത്രം തുടരാനുള്ള അനുമതി കൊടുത്തപ്പോൾ പക്ഷെ സ്വദേശാഭിമാനിയെ നാടുകടത്തി. അന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു മാസ് ഡയലോഗ്, എന്റെ പത്രാധിപരില്ലാത്ത ഈ പത്രം എനിക്ക് വേണ്ട. അതുപോലെ ഒരു ഡയലോഗായിരുന്നു. അങ്ങനെ ഇതല്ലായിരുന്നോ? അന്ന് ഞാൻ വേറൊരു മാസ് ഡയലോഗ് പറയാം. ഈശ്വരൻ കള്ളം ചെയ്താൽ അതിനെക്കുറിച്ചും ഞാൻ എന്റെ പത്രത്തിൽ എഴുതും. ആര് പറഞ്ഞു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വാചകമാണ്. ഓക്കെ, ഇപ്പൊ പത്രങ്ങളുടെ കേസിൽ, മാധ്യമങ്ങളുടെ കേസിൽ കേരളത്തിന്റെ വളർച്ചയുടെ ചരിത്രം പരമാവധി പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ പിറവിയാണ്. പിറവിയുടെ സംവിധായകൻ ആരാന്നറിയാലോ? ഷാജി എൻ കരുൺ. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. ഉറപ്പായിട്ടും ഓർത്തിരിക്കണം.
ഷാജി എൻ കരുണിന് JC ഡാനിയൽ ഏറ്റവും അവസാനത്തെ JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന്റെ പേരിലല്ലേ? ഷാജി എൻ കരുണിനാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് പിറവി എന്നാണ്. ഷാജി എൻ കരുൺ എന്തിനോ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരാളല്ലേ? കേരളത്തിലെ ആദ്യത്തെയാണ് എന്നൊരു പേരുണ്ട് ഷാജി എൻ കരുണിന്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ, ആദ്യത്തെ അധ്യക്ഷനാണ് ഷാജി എൻ കരുൺ. ഇപ്പോഴത്തെ അധ്യക്ഷനാരാ? റസൂൽ പൂക്കുട്ടി. ശരിയായ ഉത്തരം. കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു സംവിധായകന്റെ 2 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുക. ഒന്ന് പിറവിയായിരുന്നു, സ്വം. അത് ആ പ്രത്യേകതയും ഇദ്ദേഹത്തിന് ഷാജി എൻ കരുണിനാണ്. പിറവി എന്ന ഈ സിനിമ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട, കേരള ചരിത്രത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്, ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടത്. അതിൽ കേരളത്തിൽ നടന്ന ഒരു വിഷയത്തെ പ്രത്യേകമായിട്ട് പ്രതിനിധീകരിക്കുന്നതാണ്. അറിയോ എന്താ സംഭവം? അടിയന്തരാവസ്ഥയാണ് സമയം. അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ രാജൻ കൊലക്കേസ്. ഈശ്വര വാര്യർ എന്ന് പറയുന്ന അച്ഛൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന, RECയിലെ വിദ്യാർത്ഥിയായിരുന്ന തന്റെ മകനെ പോലീസ് ക്രൂരതയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി അത് കഴിഞ്ഞ് പിന്നാലെ നടന്ന അച്ഛനാണ് ഈശ്വര വാര്യർ. കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ നിൽക്കുന്ന ആ ഈശ്വര വാര്യരുടെ കഥയാണ് പിറവി പറഞ്ഞു വരുന്നത്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില റെക്കോർഡുകൾ കാണും. ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ അവാർഡ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയ കേരളത്തിലെ ചരിത്ര പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമകൾ. അക്കാര്യങ്ങൾ കൂടിയൊക്കെ പഠിക്കാൻ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങൾ. കൂടുതൽ ചോദ്യങ്ങളും വീഡിയോകളും ഒക്കെയായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും. നാളെയാണ് CM ക്വിസ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നടത്തുക, നന്നായിട്ട് തന്നെ ക്വിസ് എഴുതുക. ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നെബേ.